പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം എന്താണ്? ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? ഇവിടെ നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ ഈ വ്യക്തി, നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവരത്രയും ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം കാത്തിരിക്കുകയാണ്. യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. കാരണം യാതൊരു പ്രതീക്ഷയും ഈ ഒരു റിലേഷൻഷിപ്പിന് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മനസ്സിലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് എൻഡായി പോയ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പോലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അവര് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അത്രയധികം ഒരു സന്തോഷം ഉണ്ടാകുന്നു. അവര് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകം തന്നെ അവർ മറന്നു പോകും. അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള പ്രണയം ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നിനോടും തന്നെ ഉപമിക്കാൻ കഴിയില്ല. അത്രയും തീവ്രമായിട്ടുള്ള ഒരു പ്രണയമായിട്ടാണ് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നു. അപ്പൊ അവരുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അവര് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത രീതിയിലുള്ള ശരിക്കും പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വ്യക്തി ഇത്രയും നാളുകളായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരാൻ കഴിയാതെ പോയത് ഈ വ്യക്തിക്ക്. പക്ഷെ ആ ഒരു സമയത്ത് പോലും അത്രയും പ്രീഷ്യസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് ഓർത്ത് വെക്കുന്നുണ്ട് അവർ. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളെല്ലാം തന്നെ അത്രയും വിലപ്പെട്ടതായിട്ട് അവർ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആ വ്യക്തി ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരുടെ മനസ്സിൽ ഒരു സന്തോഷമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അത് നിങ്ങളാണ്, നിങ്ങളോടുള്ള ഒരു പ്രണയമാണ് എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത്. നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ല ഒരു സമയത്ത് പോലും നിങ്ങളെ അവര് മനഃപൂർവ്വം ചീറ്റ് ചെയ്ത് പോയി എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. ഈ വ്യക്തി ഒന്നും പറയാതെ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം ഇത്. ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെന്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാകാം. സഡൻ ആയിട്ടുള്ള ഒരു നോ കോണ്ടാക്റ്റിൽ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കാം. പക്ഷെ നിങ്ങളോട് ഒന്നും പറയാതെ പോയതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഈ ഒരു സമയമായിരിക്കാം ഇത്. ഒരിക്കലും ഒരു മാറ്റം ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തിലും അവരൊരു മുൻകൈ എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ തിരികെ കൊണ്ടുവരും എന്നുള്ളതാണ്. അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഈ വ്യക്തിയിലുള്ളത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും ഈ വ്യക്തി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഈ വ്യക്തി എടുക്കും എന്നുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കരുതും ഈ വ്യക്തി ഒരിക്കലും തിരികെ വരില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയാണിത്. അതുകൊണ്ട്
നിങ്ങളിൽ നിന്ന് അകന്നു മാറിപ്പോകും എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണകൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഈ വ്യക്തി നിങ്ങളിലേക്ക് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ വ്യക്തിയുടെ സന്തോഷം ശരിക്കും നിങ്ങളാണ്, ആ വ്യക്തിയുടെ ലൈഫ് തന്നെ നിങ്ങളാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ വ്യക്തി ചിന്തിക്കുന്നത് അത്തരത്തിലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ വിട്ടുപിരിയാനായിട്ട് ഈ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം ഒരു സ്ഥാനം ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിനോടെല്ലാം ഫൈറ്റ് ചെയ്ത് എങ്ങനെയെല്ലാം ഒപ്പോസ് ചെയ്ത് നിങ്ങളുടെ അരികിൽ വരണം എന്ന് അവരൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അത്രത്തോളം ഒരു വലിയ സ്ഥാനം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് സെയിം ഫീലിങ്സിലാണ് ഉള്ളതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത്, ഈ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ടാകാം, അപ്പം മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ടാകാം. അപ്പൊ ആ ഒരു ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കും. അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് മാറിയിട്ടുണ്ടാകാം, ഒരുപാട് തരത്തിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എങ്കിലും ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, ഒരു സ്ട്രെങ്ത്, ആ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താ പറയണമെന്നറിയത്തില്ല, ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ നിറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിമിഷത്തിലും ആ ഒരു എനർജി തന്നെയാണ് നിങ്ങൾ രണ്ടുപേരിലും ഉള്ളത്. രണ്ടുപേരും ഈ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീയൂണിയനിലേക്ക് എത്തിച്ചേരണമെന്ന് രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ഇൻറ്റൻസ് ആണ് എന്നാണ് കാണുന്നത്. അവർക്ക് ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും ഒരു ശ്രമകരമാണ്. അപ്പൊ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി അത്രമാത്രം ശ്രമിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ എതിരായിരുന്നിട്ട് പോലും നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് അത്രയും ഒരു ഡ്രീം ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകണമെങ്കിൽ നിങ്ങളെ കാണണം. മേ ബി അവർ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റു വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾ അറിയാതെ ഈ വ്യക്തി ഒരുപാട് തരത്തിൽ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടാകാം. അവർക്കറിയണം ഓരോ നിമിഷങ്ങളിലും നിങ്ങൾ എങ്ങനെയാണ്, എന്തെടുക്കുകയാണ് എന്നൊക്കെ അവർക്കറിയണം. അപ്പൊ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് വളരെ പെട്ടെന്ന് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും, ഒരു റീയൂണിയൻ സാധ്യമാവുകയും ചെയ്യും. അപ്പൊ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് യാതൊരു വിധത്തിലൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കാരണം ഇത് എൻ്റെ ആയിപ്പോയ റിലേഷൻഷിപ്പ് ആണ് എന്നൊരു രീതിയിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ എങ്കിലും ഇത് നടക്കും, ഇത് സാധ്യമാകും എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം നിങ്ങൾ യൂണിവേഴ്സിൽ കൊടുത്തിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക, പ്രതീക്ഷിക്കുക, നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്: I love the way you smile and make me feel that nothing can go wrong. ഓക്കെ, നമ്മൾ ഈ റീഡിങ്ങിൽ തന്നെ പറഞ്ഞു അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പുഞ്ചിരി വരുന്നു എന്ന് പറയുന്നു. ഇവിടെ സ്മൈലിന്, ഈ ഒരു റിലേഷൻഷിപ്പിന് സ്മൈലിനും ഒത്തിരി ബന്ധമുള്ളതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു സ്മൈല് കാണുന്ന സമയത്ത് അവർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളുടെ ഒരു സ്മൈല്. ആ ഒരു സ്മൈല് കാണുമ്പോൾ ഒന്നും തന്നെ റോങ് ആയിട്ട് നടക്കില്ല എന്നൊരു ഫീല് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്നവർ പറയുകയാണ്. ഓക്കെ, യു ഡോണ്ട് ഫെയിൽ ടു കീപ്പ് യുവർ പ്രോമിസസ്. നിങ്ങൾ ഒരിക്കലും അവർക്ക് കൊടുത്തിരുന്ന ഒരു പ്രോമിസും നിങ്ങളായിട്ട് പ്രോമിസസ് ഒന്നും ഫെയിലാക്കിയില്ല, അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അവർക്ക് കൊടുത്ത പ്രോമിസസ് ഒന്നും നിറവേറ്റാതിരുന്നിട്ടില്ല എന്ന് അവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. ഐ എം സോ full of love for you that I could not
പോസിബിളി കീപ്പിങ് ഇറ്റ്. ഓക്കെ, അവരുടെ ഹൃദയം മുഴുവൻ നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അത് ഒരിക്കലും ഉള്ളിൽ തന്നെ വെക്കാനായിട്ട് അവർക്ക് പറ്റില്ല. അവരത് പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ അതിനുള്ളൊരു ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. വെൻ ഐ ആം വിത്ത് യു ഐ ഫീൽ സേഫ് ഫ്രം ദ തിങ്സ് ദാറ്റ് ഹേർട്ട് മീ ഇൻസൈഡ്. ഓക്കെ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല വിഷമങ്ങളും അവർക്ക് അതിൽ നിന്നെല്ലാം ഒരു സേഫായിട്ട് അവർ ഉണ്ടായിരുന്നു എന്നൊരു ഫീല് അവർക്ക് കൊടുത്തിരുന്നു. അവരുടെ വേദനകളിൽ നിന്നെല്ലാം അവർ മാറി ഒരു സേഫായ ഒരു സ്ഥലത്ത് നിൽക്കുന്നുള്ള ഒരു ഫീല് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരുന്നു എന്നവർ പറയുകയാണ്. യു ഹാവ് ബ്രോട്ട് മീ ക്ലോഷർ ടു ഗോഡ്. ഓക്കെ, നിങ്ങളാണ് ദൈവത്തിനോട് അവരെ കൂടുതൽ അടുപ്പിക്കാനായിട്ട് കാരണമായ ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് പറയുകയാണ്. യു ഹാവ് taught me how to be a gentle and peace loving person. ഓക്കെ, നിങ്ങളാണ് ഒരു ജെന്റിൽമാൻ അല്ലെങ്കിൽ ഒരു ജെന്റിൽവുമൺ ആകാൻ അവരെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പീസ് ലവിങ് പേഴ്സൺ, ഒരു സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങൾ തുടരെ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ നിന്ന് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടോ ഒക്കെ ആകാം അവരിപ്പോൾ ഒരു പീസ് ലവിങ് പേഴ്സൺ ആയി, സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ മാറിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. You make all of my dreams comes true, no matter how small or big they are. Okay, എൻ്റെ എല്ലാ തരത്തിലുള്ള ഡ്രീംസും യഥാർത്ഥമാകാനായിട്ട് അല്ലെങ്കിൽ റിയാലിറ്റിയിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെ. ഇത് ചെറിയ ഡ്രീംസ് ആണെങ്കിലും വലിയ ഡ്രീംസ് ആണെങ്കിലും എന്തിനാണെങ്കിലും അവർ വളരെ സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ഡ്രീംസിനും അവരുടെ കൂടെ നിന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുകയാണ്. അവർ റിലേഷൻഷിപ്പ് ഇൻസ്പയർഡ് അസ് ടു ഗ്രോ ഇൻ ലൈഫ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളെ രണ്ട് വ്യക്തികളെയും ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ഈ ഒരു റിലേഷൻഷിപ്പാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ആ ഒരു കാര്യവും നിങ്ങളുടെ അടുത്ത് അവർ പറയുകയാണ്. അപ്പോൾ കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, 52 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. 1992 മാർച്ച് മന്ത്. ഓക്കെ, ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. എക്സ്പെക്ട് മിറാക്കിൾസ്. ഓക്കെ, ഒരു പ്രതീക്ഷയുമില്ലാതിരിക്കുന്നിടത്ത് ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ഒരു പ്രതീക്ഷിക്കുക. അത് നിങ്ങൾ കൈവിടരുത്, പ്രതീക്ഷിക്കുക എന്നാണ് നമുക്ക് വീണ്ടും കിട്ടുന്ന ഒരു മെസ്സേജ്. 54 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 വീക്സ്. ഓക്കെ, 26. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ, അല്ലെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയ്ക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തൻ്റെയോ നിങ്ങളുടെ കൈകളിലോ ഒക്കെ ടാറ്റു ആർട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ടാറ്റു ആർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം, ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് കിട്ടുന്നത്. ഫെബ്രുവരി മന്ത് 49, 10 നമ്പർ 10, 777 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 1988 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ I നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റിങ്. ഓക്കെ, പെയിൻറ്റിങ് ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് പരമായ രീതിയിൽ പെയിൻറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന വ്യക്തികളും ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 40, 1975. ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 2, X എന്ന് പറയുന്ന ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസ്, ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ബ്രൗൺ കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ബ്രൗൺ കളർ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ബേക്കർ. ഓക്കെ, ആക്ടിങ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആക്ടിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഒരു ലോയർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ ലോയർ ആയിരിക്കാം. മലപ്പുറം ഡിസ്ട്രിക്റ്റ്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. 2003, 1993, 1978, 56. ഓക്കെ, 2 days. ഓക്കെ, ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഫോളോ ന്യൂ ട്രെൻഡ്സ്. ന്യൂ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. 21. ഓക്കെ, 21 എന്നൊരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.